മുത്തോളെ എന്തൊക്കെ വർത്താനം സുഖല്ലേ? ഞങ്ങളിങ്ങനെ പാടത്തൊന്ന് പോവാം, തോടിൻ്റെ ഒക്കെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയാൻ കരുതിക്കാണ്ട് ഇങ്ങനെ പോകുന്നതാണ്. നമ്മൾ കളിച്ചിരുന്ന ഗ്രൗണ്ടാണ് കേട്ടോ പണ്ട്. പറ്റൊക്കെ കടന്നു പോണു. അപ്പം ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചെറുക്കന്മാരോട് ഇരിക്കുന്നുണ്ട്, തോട്ടിൻ്റെ പക്കത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാവരും. എന്താ പരിപാടി? എന്താ പരിപാടി? ചെറുക്കന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, സെറ്റാണ്. ഇന്നത്തെ പരിപാടി എന്താ? മന്തിയോ? ഞാനൊന്നും ഓർഡർ ചെയ്യില്ല, പിന്നെ മന്തി ഓർഡർ ചെയ്യാൻ നിൽക്കുക. ഇത് നമ്മളെ അച്ചു സാഫ്രോൺ മന്തി അതാണെന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞിന്ന് ഇങ്ങനെ മന്തി ഓർഡർ ചെയ്യണ്ടേ. അതിന്റെ പണ്ടൊക്കെ വാങ്ങിക്കണു പോലെ. പിന്നെ ഒരു കാക്കിക്കുള്ളിലെ കലാകാരൻ അവിടെ ഉണ്ട്, പക്ഷെ മുഖം കാണിക്കൂല, ഡീലറാണ് പല പല കാര്യങ്ങളുടെ. ഇങ്ങനെ എന്തൊക്കെ അപ്പൊ മന്തി വന്നിട്ട് കാണാം നമുക്ക് അല്ലേ? മഴ പെയ്യോ? മഴ പെയ്യാൻ ചാൻസ്. നല്ല തോട് ഇങ്ങനെ തോട്ടിൽ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം നല്ല രസത്തില്. മഴ പെയ്യാനൊരു ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് മന്തി വന്നിട്ട് കാണാം. ഇതാണ് മാമ. മറ്റേ മാമയല്ല, സാധാ മാമ. സാപ്പി വരില്ലേ? മന്തി കഴിക്കാൻ വേണ്ടി കണ്ട് ഞങ്ങള് സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിക്ക് ഇങ്ങനെ നിൽക്കണം. അപ്പൊ അപ്പുറത്ത് ഇപ്പുറത്തേക്ക് ആടിയിട്ട് ഇവിടെ സെറ്റപ്പ് ആക്കാന്നുള്ള പ്ലാനിലാണ്. ഇത് ഞാൻ കാണിച്ചു കൊടുത്തു, ഈ ഗ്രൗണ്ട് ഞാൻ കാണിച്ചു കൊടുത്തു. മന്തിക്കുള്ള വരവ് അറിയിക്കാണ്, ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാണ്. ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് നമ്മളെ സാപ്പി പണ്ടത്തെ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു ബാക്ക്. ഇപ്പൊ കളിക്കലുണ്ട് അതിനിവിടെ രാത്രി. എവിടെ എവിടെ? വായന്റെ വെട്ടണം. ഇതൊക്കെ നല്ല സെറ്റപ്പ് സ്ഥലങ്ങളാട്ടില്ലേ അല്ലേ സാപ്പിയെ? എവിടെ? ആ അവിടെ പറഞ്ഞാ മതി. ഒരു പീടിണ്ടാവും, പലർക്ക് പീടി മരം മുറിച്ചില്ല. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ഞങ്ങള്. ഇത് നമ്മളെ ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇങ്ങനെ വന്നിക്കാണ് മേലേപ്പാറക്ക് ഇങ്ങനെ പോന്നോണ്ടിരിക്കാണ് നമ്മള്. മേലേപ്പാറക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ചാടാം. ഒരു അടിപൊളി ആയിക്കണല്ലോ, അടിപൊളി താനേക്കും. ഇതാണ് നമ്മളെ മേലേപ്പാറ. ചെറിയൊരു തോടാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അവിടെ റിയാസ് മഴ പെയ്യുന്നില്ലൊരു ചെറുപ്പം തൊട്ടേ നീന്തി കളിച്ച സ്ഥലമാണ്. വെള്ളം കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. നോക്കി വെക്കാം. നമ്മൾ ആ പാറമ്പ ഇരുന്ന് കൊണ്ടാണ് മന്തി കഴിക്കാനുള്ള പ്ലാൻ ഇട്ടിരിക്കുന്നത്. അത് റിയാസ് പുതിയ സംരംഭകനാണ്. കാര്യങ്ങളൊക്കെ നല്ല നല്ല രസമുള്ളൊരു പ്ലേസ് ആണ്. സാപ്പി അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോണു. നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്താ നിങ്ങളുടെ അവിടുത്തെ അവസ്ഥ? ഒരു മന്തിക്ക് വജ്ജി പറഞ്ഞു കൊടുക്കാണ് പോവാന്. ആ കുടിക്കണു മന്തിക്കടക്കാരൻ ഇനി വൈക്ക് വരൂല. കോട്ടിട്ട ഞാൻ പറഞ്ഞു കൊടുത്തു. അനക്കെന്താ പറയാല്ലേ റിയാസ്? ഒന്നും പറയാല്ല, റിയാസിനൊന്നും പറയാല്ല. നമ്മളിപ്പോ ഇവിടെ ഇരുന്നിട്ടാണ് കഴിക്കാനുള്ള പ്ലാൻ ഇട്ടിരിക്കുന്നത് അല്ലേ? മന്തി മയണൈസൊക്കെ പാടെ കൂട്ടിങ്ങാണ്ട് ഇല എടുക്കുക, ഇല വെട്ടണം, ഞങ്ങളെ ഇല വെട്ടണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്നും ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങളെ പാക്കലാം. മന്തിയോണ്ട് ചെറുക്കൻ വരുന്നുണ്ട്, അതിൻ്റെ ഇലൊക്കെ വെട്ടി കൊണ്ടുണ്ട്. ഇത് സാഫ്രോൺ മന്തിയാണ് അല്ലേ? മന്തി എങ്ങനെയുണ്ട് നമ്മൾ കഴിച്ചു നോക്കിയിട്ട് നിങ്ങളോട് പറയും. നല്ല അടിപൊളി മനോഹരമായ സ്ഥലത്തിരുന്ന് കണ്ടല്ലേ. മന്തി എങ്ങനെയുണ്ട്? അടിപൊളിയാ. മന്തി എങ്ങനെയുണ്ടാ രംശേ? മന്തി തെറ്റാ? നമ്മുടെ മന്തി കഴിക്കലൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് ചെറിയൊരു ആസ്വാദനമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കാന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ പുതിയൊരു വിശേഷമായിട്ട് പിന്നെ കാണാം അല്ലേ? അടുത്ത ദിവസം കാണാം അല്ലേ ജാബറെ? നമുക്ക് എന്തായാലും ഒരു പണിയില്ല, അപ്പോൾ കാണാം.